ഹായ്, ഗുഡ് ഈവനിങ്. ഈ ആഴ്ചയുടെ അവസാന ട്രേഡിംഗ് സെഷനായിട്ടുള്ള ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഒരു മ്യൂട്ടഡ് സെഷനായിരുന്നു. നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് RBI മോണിറ്ററി പോളിസി ഡിസിഷൻ ഇന്ന് വന്നിരിക്കുന്നു. റിപ്പോ റേറ്റ് 6.5%, അത് അൺചേഞ്ച്ഡ് ആണ്, ഒരു വ്യത്യാസം വന്നില്ല. അതിന് കാരണമായി കാണുന്നത് റുപ്പിക്കെതിരെയുള്ള ഡോളർ നിരക്ക് വളരെ ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് സ്റ്റേബിൾ ആയതിനു ശേഷം റിപ്പോ റേറ്റിൽ വ്യത്യാസം വരും, അതായത് കുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു ഡിസിഷൻ വന്നിട്ടുള്ള CRR കട്ട്, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ 4.5% ആയിരുന്നത് 4 കട്ട് ചെയ്തിരിക്കുന്നു. ഇത് ബാങ്കിങ് മേഖലയിൽ ചെറിയ ആശ്വാസമുണ്ടാക്കി, പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക്. 1,16,000 ലക്ഷം കോടി ഇതുവഴി ബാങ്കുകൾക്ക് വായ്പക്കോ നിക്ഷേപത്തിനോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ പണം മാർക്കറ്റിൽ വരുന്നതോടുകൂടി GDPയെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ GDP ഫോർകാസ്റ്റ് 6.6% ആയി കുറച്ചിരിക്കുന്നു. അതായത് 7.2 ആയിരുന്നത് 6.6 ആയി കുറച്ചിരിക്കുന്നു. ഇത് മാർക്കറ്റിന് നെഗറ്റീവാണ്. ഇനി റിപ്പോ റേറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ്. ഇത് ബാങ്കുകൾ ഈ ഫണ്ട് നമുക്കും കമ്പനികൾക്കും നൽകാൻ ഉപയോഗിക്കുന്നു. RBI റിപ്പോ റേറ്റ് നിരക്ക് കുറക്കുമ്പോൾ ബാങ്കുകൾക്ക് പലിശ നിരക്കിൽ കുറവ് വരുത്താൻ സാധിക്കുന്നു. ഇതുവഴി മാർക്കറ്റിൽ കുറഞ്ഞ നിരക്കിൽ പണം ലഭ്യമാകും, വായ്പ ലഭ്യമാകും. ഇത് കമ്പനികൾക്ക് ഗുണം നൽകും, അവരുടെ ഫൈനാൻഷ്യൽ ഏർണിങ്സിന് ഗുണം നൽകുന്നതായിരിക്കും. ഫൈനാൻഷ്യൽ ഇയർ 25 CPI എസ്റ്റിമേറ്റ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. 4.5 എന്നത് 4.8. എന്താണ് CPI നോക്കുകയാണെങ്കിൽ, നമ്മൾ ഉപഭോക്താക്കൾ നമ്മൾ ദൈനംദിന ചെലവുകൾക്ക് അനുഭവിക്കുന്ന പണപ്പെരുപ്പമുണ്ടല്ലോ, ഈ പണപ്പെരുപ്പം 4.5% ആയിരുന്നു എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. അതിപ്പം 4.8 ആയി ഉയർത്തിയിരിക്കുന്നു. ഇതൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ കൊണ്ടുവരിക. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സുകളുടെ പെർഫോമൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ഓൾറെഡി, പൊതുവെ മ്യൂട്ടഡ് റെസ്പോൺസ് ആയിരുന്നു ഇന്ന്. എന്തായാലും നമുക്കൊന്ന് ചാർട്ട് പരിശോധിച്ച് നോക്കാം. നമുക്ക് നിഫ്റ്റി 50യുടെ ചാർട്ട് പരിശോധിച്ച് നോക്കാം. ഇന്ന് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു, 0.1% മൈനസ് ആയിരുന്നു. അതേപോലെ മിഡ് ക്യാപ്പിൽ റാലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് 0.4% അപ്പായിരുന്നു. അതേപോലെ സ്മോൾ ക്യാപ്പും റാലി കണ്ടിന്യൂ ചെയ്യുന്നു, 0.4 അപ്പാണ്. ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ വിക്സ് കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, എന്തായാലും നെഗറ്റീവായിരുന്നു. RBI പോളിസി റിപ്പോ റേറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് പൊതുവെ മ്യൂട്ടഡ് ആയിരുന്നു, അത് ഇവിടെ കാണാൻ പറ്റും നമുക്ക് വിക്സിൽ. ബാങ്ക് നിഫ്റ്റി ഇന്ന് 0.1% ലോസ് രേഖപ്പെടുത്തി. നിഫ്റ്റി IT 0.2. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡിസസും ഇതുപോലെ തന്നെയാണ് ക്ലോസിങ്. ഫാർമ 0.13% ലോസ്. FMCG 0.2 പോസിറ്റീവ്. ഓട്ടോ സെക്ടർ ഇന്ന് കുറച്ച് പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്, 0.94%. അതുപോലെ ഗോൾഡ് സെയിം ഏരിയയിൽ തന്നെ ട്രേഡ് ചെയ്യുന്നു. ഡൗ ജോൺസ് ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി, US മാർക്കറ്റിലെ ഇൻഡെക്സ് ആണ്. അതേപോലെ നാസ്ഡാക്ക് ഇന്നലെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. ഇന്ന് നമുക്ക് PSU ബാങ്ക് കുറച്ച് ഒരു 0.4% അപ്പായിരുന്നു. അതേപോലെ മെറ്റൽ ഇന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു, നമുക്ക് ചാർട്ട് കാണാൻ പറ്റും. 1.2%ൻ്റെ റാലി രേഖപ്പെടുത്തി. FII DI ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. FII ഇന്ന് സെൽ സൈഡാണ്, 1,800 കോടി 1,830 കോടി സെൽ ചെയ്തു. DII ഇന്ന് 1,689 കോടി ബൈ ചെയ്തതായിട്ട് നമുക്ക് കാണാം. FII ലാസ്റ്റ് കുറച്ച് ദിവസം ബൈങ് മോഡലായിരുന്നു, ഇന്ന് നമുക്കിവിടെ സെല്ല് കാണാം. ഇനി വരും ദിവസങ്ങളിൽ നിർണായകമാണ് അവരുടെ ആക്ടിവിറ്റി. NSE എക്സ്ചേഞ്ചിൻ്റെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഓൾമോസ്റ്റ് 1% ആയി നമുക്ക് കാണാം, 1.5% ആയിട്ട് കാണാം. 1,484 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു, 999 കമ്പനികൾ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഇന്ന്. നിഫ്റ്റി 50യിൽ ഇന്ന് അദാനി പോർട്ട് 1.4, സിപ്ല 1.39, ഭാരതി എയർടെൽ HDFC ലൈഫ് ഇതൊക്കെ ഏകദേശം 1%-ന് മുകളിലും, ഏഷ്യൻ പെയിൻ്റൊക്കെ 1%-ന് തൊട്ടടുത്താണ്.
ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഓട്ടോ സെക്ടറാണ്. നമുക്ക് അവിടെ സെക്ടറിൽ കാണാൻ പറ്റുന്ന. അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് 3%, ബജാജ് ഓട്ടോ 2.3, പിന്നെ ബാങ്കിങ്ങിൽ കാണാം ആക്സിസ് ബാങ്ക് 1.5, മാരുതി ഓട്ടോ സെക്ടറിൽ 1.21, SBI ലൈഫ് ഇൻഷുറൻസ് 1.7, BPCL 1.13. നിഫ്റ്റി 500-ൽ നേട്ടം കൈവരിച്ചിരിക്കുന്ന ഏത് കമ്പനിയാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ITI 13.3%, MCX ഇന്ത്യ 6.65, HBL പവർ 6.53, PV ഫിൻടെക് 6.19, വേദാന്ത, ബ്ലൂ സ്റ്റാർ 5.91. അതുപോലെ കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയ HEG, ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ ഇനി മറ്റൊരു ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ബൈ.